തലൈവർ 173 ഈ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നത് രാജ് കമൽ ഫിലിംസ് ആണ്. നേരത്തെ സുന്ദർ സി ആയിരുന്നു ഈ ഒരു സിനിമ ഡയറക്റ്റ് ചെയ്യാനിരുന്നത്. എന്നാൽ പിന്നീട് അദ്ദേഹം ഈ ഒരു പ്രൊജക്റ്റിൽ നിന്നും പിന്മാറി. രാംകുമാർ ബാലകൃഷ്ണനാണ് ലേറ്റസ്റ്റായിട്ട് ഈ ഒരു സിനിമ ഡയറക്റ്റ് ചെയ്യാൻ പോകുന്നതെന്നാണ് അറിയാൻ സാധിക്കുന്നത്. തമിഴിൽ അടുത്ത കാലത്ത് പുറത്തു വന്ന പാർക്കിംഗ് സിനിമയുടെ ഡയറക്ടറാണ് ഇദ്ദേഹം. രജനീകാന്തിൻ്റെ ഈ ഒരു സിനിമ കോളേജ് ബാക്ക്ഡ്രോപ്പിൽ വരുന്നൊരു ചിത്രമാണ്. സിനിമയുടെ ഷൂട്ടിംഗ് മാർച്ചിൽ തുടങ്ങുമെന്നാണ് പറയുന്നത്. പ്രദീപ് രംഗനാഥൻ്റെ അടുത്ത റിലീസാണ് LIK. വിഘ്നേഷ് ശിവൻ ഡയറക്റ്റ് ചെയ്യുന്ന ഈ ഒരു സിനിമയുടെ കഥ നടക്കുന്നത് 2040 ഫ്യൂച്ചറിലാണ്. സയൻസ് ഫിക്ഷൻ കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു റൊമാൻറ്റിക് കോമഡി ചിത്രമാണ് LIK. അടുത്ത മാസം 18-ാം തീയതിയാണ് സിനിമയുടെ റിലീസ്. നടപ്പിൻ നായകൻ സൂര്യ അടുത്തതായിട്ട് അഭിനയിക്കാൻ പോകുന്ന ചിത്രം ജിത്തു മാധവൻ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിലാണ്. ഈ ഒരു സിനിമയുടെ പൂജാ സെറിമണി ഈ വരുന്ന ഡിസംബർ 8-ന് ചെന്നൈയിൽ നടക്കും. അതുപോലെ കേരളത്തിലെ സിനിമയുടെ ഷൂട്ടിങ്ങും ഉടനെ തുടങ്ങും. വിലായത്ത് ബുദ്ധ സിനിമയുടെ 4 ദിവസത്തെ കേരള കളക്ഷൻ 3,80,00,000 എക്കോ സിനിമയുടെ 3 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ 11,60,00,000. എക്കോ സിനിമയുടെ കേരള കളക്ഷൻ 5,30,00,000. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്നും സിനിമ 1,25,00,000 രൂപയാണ് ഇതുവരെ കളക്ഷൻ നേടിയത്. ഓവർസീസിൽ 5,05,00,000.